സ്ഫോടനം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടുക്കത്തിൽ നിന്നും മുക്തരായിട്ടില്ല തൃപ്പൂണിത്തുറ ചൂരക്കാട് നിവാസികൾ. തകർന്ന വീടുകളിലാണ് ഇപ്പോൾ ഇവരുടെ ദുരിത ജീവിതം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പ്രദേശത്തുള്ളവർ. ഇന്ന് വൈകിട്ട് പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട്. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സ്ഫോടനത്തെ തുടർന്ന് തകർന്ന വീടുകളിൽ കഴിയേണ്ട അവസ്ഥയിലാണ് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഉള്ളത്. എന്താണ് അവർ പറയുന്നത്? ഏത് രീതിയിൽ ഇതിനെതിരെ നീങ്ങാനാണ് അവർ തയ്യാറെടുക്കുന്നത്? ദിവ്യ, നമുക്കറിയാം ഈ തൃപ്പൂണിത്തുറ എന്നാൽ രാജനഗരിയാണ്. അതിന്റെ ഒരു പ്രൗഢി കൈവിടാതെ എന്നും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു നഗരമാണ്. അവിടേക്കാണ് ഈ ദുരന്തം വന്ന് പതിക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 10:00 കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ ചൂരക്കാട് ഭാഗത്ത് ആ സ്ഫോടനം ഉണ്ടാകുന്നത്. അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല നിവാസികൾ എന്നുള്ളത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു വശത്ത് ഈ ഇടതുവശത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നതിന്റെ ഇടതുവശത്തായിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഒരു വാഹനത്തിൽ എത്തിച്ച് സ്ഫോടക വസ്തുക്കൾ ഇറക്കുന്നു. ഈ സ്ഫോടന വസ്തുക്കൾ ഇറക്കുമ്പോഴാണ് അത് വലിയൊരു സ്ഫോടനമായി മാറുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോഴും ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായെന്നുള്ളത് സംബന്ധിച്ച്, ആ കാരണം സംബന്ധിച്ചുള്ള വ്യക്തത വരുത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഒരു വശത്ത് തകർന്ന വീടുകളിൽ ഈ ചൂരക്കാട് നിവാസികൾ ദുരിത ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഏകദേശം ഇപ്പോൾ നഗരസഭ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നഗരസഭയുടെ ഇതുവരെയുള്ള കണക്ക് ശേഖരിച്ചത് പ്രകാരം 300-ലധികം വീടുകൾക്ക് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു വീട് പൂർണ്ണമായും തകർന്ന വീട്ടിലാണ്. അതായത് ഈ സ്ഫോടനം നടന്നതിന്റെ തൊട്ട് സമീപത്തുള്ള വീടാണ്. ഇത് ആന്റണി ചേട്ടന്റെ വീടാണ്. ചേട്ടൻ 13 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വീട് പണി കഴിപ്പിച്ചത്. എന്തായാലും അന്ന് നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വീട് പണിതെന്നുള്ളതാണ്. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു? ഞാനും വൈഫും എൻ്റെ ഇളയ മോളും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഇവിടെ ഒരു പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഒരു അറിയിപ്പ് കിട്ടി, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചിവിടെ എത്തിക്കോളാൻ പറഞ്ഞു. എത്തിയപ്പോൾ ആവശ്യത്തിന് ഞങ്ങൾ വന്നത്. അവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. തിരിച്ച് ഇപ്പുറത്തും കിടന്നപ്പോഴത്തേക്കാണ് വീട് പൂർണ്ണമായി തകർന്നത് കാണാൻ പറ്റിയത്. ഈ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും അപ്പോൾ എങ്ങനെയാണ് ഈ വീട് പുതുക്കിപ്പണിയാന്ന് പറഞ്ഞിട്ടുണ്ട്? എന്താ ഇത് ലയൺസ് ക്ലബും അവരുടെ കൂടെ മണപ്പുറവും ചേർന്നിട്ട് നമുക്കത് പണിത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി കൊടുത്താൽ അതിന്റെ പിറ്റേ ദിവസം തൊട്ട് പണി തുടങ്ങുമെന്ന് അവർ നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പിറകിലേക്ക് കൂടി പോയി ദൃശ്യങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വീടിന്റെ മുൻവശവും പിറകുവശവും തന്നെയല്ല, മുഴുവൻ ആയി തകർന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് അടുക്കളയാണ്. അടുക്കള പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പിറകുവശത്തുനിന്നും തന്നെ ഭിത്തികളെല്ലാം ഇത്തരത്തിൽ തകർന്നു വീണിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചേട്ടാ, ഇപ്പോൾ ഇവിടുത്തെ മറ്റു വീടുകൾക്കൊക്കെ സമാനമായി തന്നെ കാര്യമായി കേടുപാടുകളുണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആ വീടുകളിലൊന്നും പോയിട്ടില്ല. പക്ഷെ തൊട്ട് പുറത്തുള്ള വീടുകളിലൊക്കെ സാരമായ കേടുകളും ഗുരുതരമായ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പണിത് വരാമെന്ന് പറഞ്ഞതിൽ ഇപ്പോൾ വലിയൊരു ആശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കുമല്ലേ ഈ വീട് വയ്ക്കാനൊക്കെ? തീർച്ചയായിട്ടും. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. കിട്ടുന്നത് സ്വരുക്കൂട്ടി ചെയ്തു വന്നതാണ്. ഓരോ ഘട്ടമായിട്ടാണ് ഇത് ഇത്രയും പണി പൂർത്തിയാക്കിയത്. ഇളയമോളുടെ കല്യാണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വെള്ള സൗകര്യത്തിൽ ഭംഗിയായിട്ട് ചെയ്തെന്നാണ് എൻ്റെ ഉറപ്പ്. എന്തായാലും അതാണ് ഇപ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ തകർന്ന ഭൂരിഭാഗം വീടുകളും ആ വീട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം എന്നുള്ളതിൽ വലിയ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോവുകയാണ്. നഷ്ടപരിഹാരം വൈകുമെന്നുള്ളൊരു ആശങ്കയും പ്രദേശത്തുള്ളവർക്ക് ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് പ്രദേശത്തുള്ളവർ ഈ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹർജി നൽകാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്.